നമസ്കാരം. PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോണത് ഈ 4/5/2024, അതായത് ഈ കഴിഞ്ഞ മെയ് 4-ാം തീയതി ശനിയാഴ്ച നടന്ന പരീക്ഷയുടെ ആൻസർ കീയാണ്. അത് മെയിനായിട്ട് LDC 723/2023 കാറ്റഗറികളിലേക്കുള്ള LDC വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള പരീക്ഷയാണ്. അതുമാത്രമല്ല, ഒരുപാട് കാറ്റഗറികളിലേക്ക് ഒരുമിച്ചുള്ളൊരു പരീക്ഷ തന്നെയായിരുന്നു അത്. അതുപോലെ ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റ്, ഹെൽത്ത് സർവീസിലേക്കുള്ള, പിന്നെ ലാബ് അറ്റൻഡർ ഗ്രേഡ് 2, പിന്നെ ലാബ് അസിസ്റ്റൻറ്റ്, അങ്ങനെയുള്ള കുറച്ച് കാറ്റഗറികളിലേക്ക് ഒരുമിച്ച് നടന്നൊരു പരീക്ഷയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച നടന്നത്. ആ പരീക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. അത്യാവശ്യം സ്റ്റാൻഡേർഡൊക്കെ പുലർത്തിയിട്ടുള്ള നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. കുറച്ച് പഠിച്ച കുട്ടികൾക്കൊക്കെ നല്ല രീതിയിലുള്ള മാർക്ക് വാങ്ങാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. പിന്നെ അതിൽ മാത്സാണ് കുറച്ച്, അത് ചെയ്ത് നോക്കാണ്ട്, എന്നാലും അത്ര ബുദ്ധിമുട്ടൊന്നും മാത്സ് ഉണ്ടായിരുന്നില്ല. ചെയ്ത് നോക്കിയിട്ട് ഉത്തരം കണ്ടുപിടിച്ച് എഴുതാൻ പറ്റിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അപ്പോൾ പൊതുവേ നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് തന്നെ പറയാം അതിനെക്കുറിച്ച്. ആ ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷ എഴുതിയവർക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തി സ്കോർ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്, എത്ര കിട്ടുമെന്നുള്ളത്. ഇനി പരീക്ഷ എഴുതാത്തവരാണെങ്കിൽ നിങ്ങൾക്കിനി പല PSC പരീക്ഷകൾ വരാൻ പോകുന്നുണ്ട്, പ്രത്യേകിച്ച് LDC ഒക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു മാതൃക കൂടിയായിട്ട് മാറും. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് ആൻസർ ചെയ്യുക. അപ്പോൾ PSC പ്രൊവിഷണൽ ആൻസർ കീയാണ് നമ്മൾ നോക്കാൻ പോണത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി ഈ പ്രൊവിഷണൽ PSC തന്നിരിക്കുന്ന പ്രൊവിഷണൽ ആൻസർ കീയിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യങ്ങൾ മുതൽ നമുക്ക് നോക്കി പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക. അതിൻ്റെ ഉത്തരം C ആണ്. 1, 2, 4 ഇത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഉത്തരം C ആണ്. രണ്ടാമത്തെ, ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കുക. അതിൻ്റെ ഉത്തരം ഒന്നാമത്തേന് 3, രണ്ടാമത്തേന് 1, മൂന്നാമത്തേന് 4, നാലാമത്തേന് 2. അതായത് B ആണ് ഉത്തരം. ഇനി 3, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ഇവിടെ 3 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. ഇതെല്ലാം ലാഹോർ സമ്മേളനത്തിൻ്റെതാണ്. C ആണ് ഉത്തരം. ഇനി 4, ചൈനയെ ആധുനീകരിക്കാൻ സൻയാത്ത് സെൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക. ഇവിടെ 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. ആ 3ഉം ശരിയാണ്. അപ്പോൾ ഉത്തരം D ആണ്, എല്ലാം ശരിയാണ് എന്നുള്ളത്. ഇനി 5, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്തുക. ഇതിൽ രണ്ടാമത്തെയാണ് ആദ്യം വരിക, പിന്നെ 4, 1, 3. അപ്പോൾ അതായത് ബോസ്റ്റൺ ടീ പാർട്ടി, അത് കഴിഞ്ഞാൽ 1-ാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, പിന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, പിന്നെ പാരീസ് ഉടമ്പടി. അപ്പോൾ C ആണ് ഉത്തരം. 6, ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ഉത്തരാഖണ്ഡ്. B ആണ് ഉത്തരം. 7, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏത്? കാർബൺ ഡയോക്സൈഡ് ആണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത്. A ആണ് ഉത്തരം. 8, ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം? പശ്ചിമ അസ്വസ്ഥത. B ആണ് ഉത്തരം. 9, ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? A ആണ്. ഏറ്റവും വലിയ എണ്ണപ്പാടം ജാരിയ ആണ്. ഇനി 10, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക. ഈ തന്നിരിക്കുന്നതിൽ 3 ആണ്. C, ദേശീയ ജലപാത 3, C ആണ് ഉത്തരം. 11, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ പാലക്കാടും ഇടുക്കിയാണ്. A ആണ് ഉത്തരം. 12, 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഫിൻലാൻഡ് ആണ്. C ആണ് ഉത്തരം. 13, ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. ആഗോളവൽക്കരണം എന്നാണ് പറയുക. B ആണ് ഉത്തരം. രണ്ടാമത്തെ പോയിന്റ് ആണ്. 14, 2-ാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയതാണ്? PC മഹലനോബിസ്. B ആണ് ഉത്തരം. 15, 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? ന്യൂഡൽഹിയിലാണ്. D ആണ് ഉത്തരം. ഇനി 16,
മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് പെട്രോളിയാണ്. ബി ആണ് ഉത്തരം. 17. സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം സെബിയാണ്. എ ആണ് ഉത്തരം. 18. ഇന്ത്യയിൽ ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്ട് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? സ്കൂൾ വിദ്യാഭ്യാസമാണ്. സി ആണ് ഉത്തരം. 19. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഡാഷിന്റെ ലക്ഷ്യം. ലൈഫ് മിഷൻ പദ്ധതിയുടെയാണ്. ബി ആണ് അതിന്റെ ആൻസർ. 20. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി കേസാണ്. സി ആണ് ഉത്തരം. 21. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി PK തുങ്കൻ കമ്മിറ്റിയാണ്. ബി ആണ് ഉത്തരം. 22. ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക? അതിർത്തി നിർണയ കമ്മീഷനാണ്. സി ആണ് ഉത്തരം. ഇനി 23. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി? ഗവർണറാണ്. ഡി ആണ്. 24. ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്? ഉത്തരം ഡി ആണ്. മഹാരാഷ്ട്ര, കർണാടകം, ബീഹാർ. 25. തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ്. ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത്? എ ആണ്. ദി ഇലക്ഷൻ ഓഫ് റെപ്രസെന്റേറ്റീവ്സ് എന്നുള്ളതാണ്. 26. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28-നാണ്. ഡി ആണ് ഉത്തരം. ഇനി 27. ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല? CISF. ബി ആണ് ഉത്തരം. 28. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. സി ആണ് ഉത്തരം. 29. അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്? 22 രൂപയാണ്. എ ആണ് ഉത്തരം. ഇനി 30. താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായി ശ്രീ കുമാര ഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു? ഡി ആണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. 31. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ചേറ്റൂർ ശങ്കരൻ നായരാണ്. ബി ആണ് ഉത്തരം. 32. 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക. സി ആണ്. തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. ഉത്തരം സി ആണ്. 33. ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? ഉത്തരം എ ആണ്. അനുച്ഛേദം 243H. 34. 18 വയസ്സ് താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏത്? അത് ആരോഗ്യ കിരണാണ്. ബി ആണ് ഉത്തരം. 35. പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലായിട്ടാണ്? ഇടുക്കിയും പത്തനംതിട്ടയാണ്. സി ആണ് ഉത്തരം. 36. രോഗത്തിന്റെ പേരും അതിന്റെ കാരണവും താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏതൊക്കെ? നിശാന്തത, വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നു. അത് ശരിയാണ്. പിന്നെ സിറോഫ്താൽമിയ അത് തെറ്റാണ്. ഗ്ലോക്കോമ അതും അല്ല. അപ്പോൾ സി ആണ് ഇതിൽ ഉത്തരം. 1 മാത്രം ശരിയാണ് എന്നുള്ളതാണ്. ഇപ്പൊ സി ആണ് ഉത്തരം അതിന്റെ. 37. മനുഷ്യ രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹം ഇരുമ്പാണ്. ഡി ആണ് ഉത്തരം. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി 38-ന് ലെപ്റ്റോസ്പൈറയാണ്. എ ആണ് ഉത്തരം. 39. ലോകാരോഗ്യ ദിനം 2024 പ്രമേയം ഏതാണ്? എന്റെ ആരോഗ്യം എന്റെ അവകാശം. അത് ബി ആണ് ഉത്തരം. 40. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾ ഏവ? ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് എംഫിസീമ, പിന്നെ ഹീമോഫീലിയ. എ ആണ് ഇവിടെ തന്നിരിക്കുന്ന ഉത്തരം. 41. വായുമലിനീകരണം നിയന്ത്രിക്കുന്നതിനായി 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ്? BS6 ആണ്. ഡി ആണ് ഉത്തരം. 42. താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി കുറയാണ് ചെയ്യുക. ബി ആണ് ഉത്തരം. 43. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏത്? W വർക്ക് ഈക്വൽസ് പവർ ഇൻറ്റു ടൈം. അപ്പോൾ പവർ ഈക്വൽസ് വർക്ക് ബൈ ടൈം ആണ്. അപ്പോൾ വർക്ക് ഈക്വൽസ് പവർ ഇൻറ്റു ടൈം. സി ആണ് ഉത്തരം ശരിയായിട്ടുള്ളത്. ഇനി 44.
എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? അമേരിക്കയാണ്. എ ആണ് ഉത്തരം. 45. 50 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 4.5 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 25 മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഒരുമിച്ച് താഴേക്ക് ഇടുന്നു. ഏതു കല്ലായിരിക്കും ആദ്യം താഴെ എത്തുക? അത് രണ്ടും ഒരുമിച്ച് എത്തുക. കാരണം ആക്സിലേഷൻ ഡ്യൂ ടു, അതായത് ഭൂഗുരുത്വാകർഷണം എല്ലാ വസ്തുക്കളിലും ഒരുപോലെ തന്നെയാണ്. അപ്പൊ രണ്ടും ഒരുമിച്ചെത്തും. 46. ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ബി ആണ് ഋതു കരിതാൾ. 47. ആനഡൈസിംഗ് എന്ന പ്രക്രിയ ഏത് ലോഹ സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? അലൂമിനിയാണ്. ഉത്തരം സി ആണ്. 48. താഴെ പറയുന്നവയിൽ ഏത് pH മൂല്യത്തിലാണ് കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റൈറ്റ് നാശത്തിന് വിധേയമാകുന്നത്? pH < 5.5 ആണ്. എ ആണ് ഉത്തരം. 49. ആവർത്തന പട്ടികയിൽ ഇടത്തുനിന്നും വലതുവശത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? സി ആണ്. ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു എന്നുള്ളതാണ്. ഇനി 50. ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരങ്ങൾ ഏവ? ഡി ആണ്. O2, O3, O4. 51. താഴെ പറയുന്നവയിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏത്? ബ്രോമിനാണ്. സി ആണ് ഉത്തരം. 52. ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം ഏത്? എ ആണ്. കൊടിയേറ്റം. 53. ഭാരത പര്യടനം ഏത് വിഭാഗത്തിൽ പെടുന്ന കൃതിയാണ്? ഡി ആണ്. സാഹിത്യ വിമർശനം. 54. പ്രസിദ്ധമായ മരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ്? പമ്പയാണ്. എ ആണ് ഉത്തരം. 55. ഗ്രാൻഡ് സ്ലാം എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം സി ആണ്. ടെന്നീസ്. 56. 2023 സരസ്വതി സമ്മാൻ ലഭിച്ചത് ആർക്ക്? പ്രഭാവർമ്മയ്ക്കാണ്. ബി ആണ് ഉത്തരം. 57. 2024 മേഖല ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഏത്? ഹിമപ്പുലിയാണ്. ബി ആണ് ഉത്തരം. 58. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ആരുടെ വരികൾ? കുമാരനാശാന്റെയാണ്. സി ആണ് ഉത്തരം. 59. ആപ്പിൾ കമ്പനിയുടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര്? മാക് OS X. സി ആണ് ഉത്തരം. 60. താഴെ പറയുന്നതിൽ സെർച്ച് എഞ്ചിൻ അല്ലാത്തത് ഏത്? സഫാരിയാണ്. ഡി ആണ് ഉത്തരം. 61. PROMന്റെ പൂർണ്ണ രൂപം ഏത്? പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. സി ആണ് ഉത്തരം. 62. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്ത വർഷം ഏത്? 2008 ആണ്. ഡി ആണ്. 63. താഴെ പറയുന്നതിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് ശരിയല്ലാത്തത് ഏത്? കൂടിയ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫറൻസ് ആണ് അതിൽ തെറ്റായിട്ടുള്ളത്. സി ആണ് ഉത്തരം. 64. താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത്? ബി ആണ്. ഫയലുകൾ, രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുടെയും പരിശോധനയ്ക്കുള്ള അവകാശം. ഇനി 65. പോക്സോ നിയമം 2012 എത്ര വകുപ്പുകൾ ആണ് ഉള്ളത്? ബി ആണ്. 46. 66. ഗാർഹിക പീഡന നിരോധന നിയമം 2005 വകുപ്പ് 2B പ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? അതിന്റെ ഉത്തരം 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തി. സി ആണ്. 67. SC/ST വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയത് ഏത് വർഷമാണ്? 1989. ഡി ആണ് ഉത്തരം. 68. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്താവിന്റെ അവകാശമല്ലാത്തത്? സി ആണ്. ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശം. 69. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ? ബി ആണ്. ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. 70. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ? സി ആണ്. ശ്രീ BS മാവോജി. 71. 5, 10 എന്നീ സംഖ്യകൾ കൊണ്ട് ഒരേ സമയം ഹരിക്കുമ്പോൾ ശിഷ്ടം 3 കിട്ടുന്ന സംഖ്യകളുടെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസമായി വരുന്ന സംഖ്യ? ഉത്തരം ബി ആണ്. 10. 72. 5 മുതൽ 25 വരെയുള്ള ഒറ്റ എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? ഉത്തരം എ ആണ്. 165. 73. പൊതുവ്യത്യാസം 6 ആയ സമാന്തര ശ്രേണിയുടെ 7ാം പദം 52 ആയാൽ 16ാം പദം ബി ആണ്. 106 വരിക. 74. 12 ഭുജങ്ങൾ ഉള്ള ഒരു ബഹുഭുജത്തിന്റെ ഒരു അകകോണിന്റെ അളവ് 150 ഡിഗ്രി ആണ്. ബി ആണ്. 75. ഒരു കോൺ 45 ഡിഗ്രി ആയ ഒരു മട്ടത്രികോണത്തിന്റെ ലംബവശത്തിന്റെ നീളം 8 സെന്റിമീറ്റർ ആയാൽ അതിന്റെ കർണത്തിന്റെ നീളം എത്ര? 8√2 ആണ് വരിക. സി ആണ്. 76. ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ ഒരറ്റം 1, 4
വൃത്തകേന്ദ്രം 3, -4 എങ്കിൽ വ്യാസത്തിന്റെ മറ്റേ അറ്റത്തിന്റെ സൂചക സംഖ്യകൾ ഏവ? ഉത്തരം 5ഉം -12 ആണ്. സി ആണ് ഉത്തരം. 77. ഒരു അധിവർഷത്തിൽ 53 ഞായറാഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത എത്ര? 2/7 ആണ്. എ ആണ് ഉത്തരം. 78. ഒരു സംഖ്യയുടെയും അതിന്റെ വ്യുൽക്രമത്തിന്റെയും തുക 6 ആയാൽ സംഖ്യ ഏത്? എ ആണ്. 3 + 2√2 ഉത്തരം. 79. ചിത്രത്തിൽ സി വൃത്തകേന്ദ്രം ആംഗിൾ എ ബി ഡി 30 ഡിഗ്രി ആയാൽ ആംഗിൾ എ സി ഡി എത്ര? അത് 60 ഡിഗ്രിയാണ്. ബി ആണ് ഉത്തരം. 80. ഒരു ക്ലോക്കിലെ ഒന്നിടവിട്ട 2 സംഖ്യകളെ കേന്ദ്രവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന കേന്ദ്ര കോൺ എത്ര? 60 ഡിഗ്രിയാണ്. സി ആണ് ഉത്തരം. അപ്പൊ ഈ 10 മാത്സിലത്തെ ആയിരുന്നു. അത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് സോൾവ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഇനി 81. റീറൈറ്റ് ദ ഫോളോയിങ് സെന്റൻസ് യൂസിങ് സോ ദാറ്റ് ദ germ ഈസ് ടു സ്മോൾ ടു ബി സീൻ വിത്ത് എ നേക്കഡ് ഐ. ബി ഉത്തരം. The germ is so small that it cannot be seen with a naked eye. അതാണ് ഉത്തരം. ബി. 82. Find the word equivalent to a feeling of shyness or embarrassment that stops you from doing or saying what you really want. അതിനൊറ്റ വേർഡ് ഇൻഹിബിഷൻ ആണ്. എ ആണ്. ഇനി 83. Fill in the blank in the given below sentence. Neither of them dash me. Loves me എന്നാണ് വരിക. ഡി ആണ് ഉത്തരം. ഇനി 84. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. അലാസ് മൈ അങ്കിൾ മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ് ഹി സെഡ്. അപ്പൊ അതിന്റെ ഉത്തരം ഹി ക്രൈഡ് ഔട്ട് ദാറ്റ് ഹിസ് അങ്കിൾ ഹാഡ് മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ്. ബി ആണ് ഉത്തരം വരിക. ഇനി 85. ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസ് ടു സൂപ്പർലേറ്റീവ് ഡിഗ്രി. ലൈറ്റ് ട്രാവൽസ് ഫാസ്റ്റർ ദാൻ എനിത്തിങ് എൽസ്. അതിന്റെ ഉത്തരം സി ആണ്. ഓഫ് ഓൾ തിങ്സ് ഇൻ ദ വേൾഡ് ലൈറ്റ് ട്രാവൽസ് ദ ഫാസ്റ്റസ്റ്റ്. ഇതാണ് സൂപ്പർലേറ്റീവ്. സി ആണ് ഉത്തരം. 86. Choose the correct preposition to fill in the blank given below. The burglar jumped over the compound wall. D ആണ് ഉത്തരം. ഇനി 87. Find out the meaning of the idiom tie yourself up in knots. അതിന്റെ ഉത്തരം സി ആണ്. Become very confused when you are trying to explain something. 88. Complete the following sentence using suitable articles. On the way we saw a one-eyed beggar. അപ്പൊ ബി ആണ് ഉത്തരം വരിക. ഇനി 89. What is the expansion and meaning of the abbreviation given below? AM. Anti-meridian before midday. ബി ആണ് ഉത്തരം. 90. Find out the synonym for the word feud. quarrel എന്നാണ്. സി ആണ് ഉത്തരം. 91. മാവ് എന്ന പദത്തിന്റെ പര്യായ ശബ്ദമല്ലാത്തത് ഏത്? ഉത്തരം ബി വരകം. 92. ശരിയായ പദം കണ്ടെത്തുക. കവയിത്രി എന്നുള്ളതാണ്. ഡി ആണ് ഉത്തരം. 93. വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം എഴുതുക. വിദുഷി. സി ആണ്. 94. അശ്വത്ഥം എന്ന പദത്തിന് സമാനാർത്ഥമായി വരുന്ന പദം ഏത്? എ ആണ്. അരയാൽ. 95. ഒറ്റപ്പദം എഴുതുക. അറിയാനുള്ള ആഗ്രഹം. ജിജ്ഞാസ. ഡി ആണ്. 96. വിപരീത ശബ്ദം എഴുതുക. സ്വകീയം. പരകീയം. ബി ആണ്. പിരിച്ചെഴുതുക. പടക്കളം. പട പ്ലസ് കളം. സി ആണ്. 98. ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഉത്തരം ഡി ആണ്. ഭീഷണിപ്പെടുത്തുക. 99. ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക. ഇതിൽ തന്നേക്കുന്നത് ബി ആണ്. ഗത്യന്തരമില്ലാതെ ആയപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു. 100. ചേർത്ത് എഴുതുക. നല് പ്ലസ് നൂൽ. നന്നൂൽ. എ ആണ് ഉത്തരം. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഈ പരീക്ഷയുടെ ക്ലർക്ക് അങ്ങനെയുള്ള കുറച്ച് കാറ്റഗറികളുടെ ഒരുമിച്ചിട്ടുള്ള ഒരു പരീക്ഷയായിരുന്നു ഇത്. അപ്പൊ ആ പരീക്ഷയുടെ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പേപ്പർ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത ഒരുവിധം പഠിച്ച ആൾക്കാർക്കൊക്കെ നല്ല മാർക്ക് വാങ്ങി പാസ്സാവാൻ പറ്റിയ ഒരു പരീക്ഷ തന്നെയാണിത്. അപ്പൊ അതില് നിങ്ങൾക്ക് മാത്സ് സോൾവ് ചെയ്ത് തരണമെങ്കിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെയ്തു തരാം. അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിടാം. അപ്പോൾ അറിയിച്ചാൽ മതി. നിങ്ങൾക്ക് കിട്ടണ സ്കോറ് ഇത് ചെയ്തിട്ട് കമൻസിൽ ഇട്ടാൽ നല്ലതായിരുന്നു. ഇനി ഈ വീഡിയോ ഇനി പരീക്ഷകൾ PSC പരീക്ഷകൾ എഴുതാൻ പോണ ആൾക്കാർക്കൊക്കെ അത് വളരെ ഉപകാരപ്രദ ആവും. അപ്പം നിങ്ങളിത് കണ്ട് അതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക.
ഈ നിശ്ചിത സമയത്തിനുള്ളിൽ തീർക്കാനൊക്കെ ആയിട്ട് നല്ലൊരു പേപ്പർ തന്നെയാണ്. അപ്പൊ ഇത് PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ ആണ്. ഇതിൽ ചിലപ്പോ ചില തിരുത്തലുകളൊക്കെ സാധാരണ പ്രൊവിഷണൽ ആൻസർ കീയിൽ ചിലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ ആ തിരുത്തലുകളൊക്കെ കഴിഞ്ഞ് ഫൈനൽ ആൻസർ കീ വേറെ വരും. അപ്പോഴാണ് ശരിക്കുള്ള ഇതറിയുള്ളൂ. ചിലപ്പോ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ. നിങ്ങൾക്ക് ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ഒക്കെ കിട്ടാനായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.